ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 1-ാം അധ്യായം 1-ാമത്തെ ശ്ലോകം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം എന്നിവ അന്വയ വ്യതിരേക ലക്ഷണങ്ങളാൽ യാതൊന്നിൽ നിന്ന് ഭവിക്കുന്നുവോ, യാതൊരുവൻ കടാക്ഷമാത്രത്താൽ സകലത്തെയും ഉദ്ഭവിപ്പിച്ച് രക്ഷിച്ച് പ്രളയകാലത്തിൽ തന്നിൽ തന്നെ അടക്കിക്കൊണ്ടിരിക്കുന്നുവോ, സകല ഭൂതങ്ങളിലും അറിവാകുന്ന സ്വരൂപത്തോടുകൂടെ അന്യാപേക്ഷ കൂടാതെ സ്വയമേവ പ്രകാശിച്ചുകൊണ്ട് യാതൊരുവൻ എപ്പോഴും ഇരിക്കുന്നുവോ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെയും കടന്ന് സദാ അറിവ് രൂപമായി യാതൊരുവൻ വിളങ്ങുന്നുവോ, ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ സ്വസങ്കല്പശക്തിയാൽ ആരാണോ വേദത്തെ പ്രകാശിപ്പിച്ചത്, അവനെ അറിയുവാൻ കഴിയാതെ ബ്രഹ്മാദികളായ വിദ്വാൻമാർ കൂടെ മോഹിക്കുന്നുവോ, കാനലിൽ ജലം പോലെയും കാജാദികളിൽ പ്രകാശരൂപമായ അഗ്നി പോലെയും ഭൂവികാരത്തിൽ ജലം പോലെയും സത്യമായ ഏതൊരു രൂപത്തെ ആശ്രയിച്ചിട്ട് ത്രിഗുണ സൃഷ്ടി സത്യമെന്ന പോലെ കാണപ്പെടുന്നുവോ, സ്വപ്രകാശമഹിമയാൽ ചിജ്ജടരൂപമായ സർവത്തെയും അതിക്രമിച്ച് കാലത്രയത്തിലും നാശമില്ലാതെ വിളങ്ങുന്നവൻ ആരാണോ, കാരണസ്വരൂപനായ ആ ഈശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സർവത്തിനും മൂലകാരണവും അധിഷ്ഠാനവുമായ ബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തർഷണാത്. മുനിമാരിൽ ശ്രേഷ്ഠനായ വ്യാസമഹർഷിയാൽ ഉണ്ടാക്കപ്പെട്ട ഈ ശ്രീ മഹാഭാഗവതത്തിൽ മത്സരം മുതലായ ദോഷവൃത്തികൾ തീരെ നശിച്ച് പരമശുദ്ധന്മാരായ സത്തുക്കൾ അനുഷ്ഠിക്കുന്നതും ബലകാംക്ഷയില്ലാത്തതുമായ ഭക്തിമാർഗസ്വരൂപമായ ധർമ്മം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ഏതു കാലത്തും നശിക്കാത്തതായ മംഗളത്തെ ജനിപ്പിച്ചു ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന 3 വിധ ദുഃഖങ്ങളുടെയും മൂലകാരണമായ അഹങ്കാരഗ്രന്ഥിയെ വേരോടെ നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്ന പരമാർത്ഥ വസ്തുവായ ബ്രഹ്മസ്വരൂപം ഇതിൽ നിന്നറിവാൻ കഴിയും. ആകയാൽ ഈ ഭാഗവത ഗ്രന്ഥത്തെയൊഴിച്ച് അന്യങ്ങളായ ഗ്രന്ഥങ്ങൾ കൊണ്ടോ, ഭാഗവത ധർമാനുഷ്ഠാനത്തെ ഒഴിച്ച് അന്യങ്ങളായ ധർമാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ആവശ്യമൊന്നുമില്ല. ഇതൊന്നു മാത്രം മതിയെന്ന് സാരം. എന്തുകൊണ്ടെന്നാൽ അനേക ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ ബലപരിഭാഗാവസ്ഥയിൽ മാത്രം ഭാഗവത ശ്രവണ താൽപ്പര്യമുണ്ടാകുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരൻ സുസ്ഥിരമായി വസിക്കുന്നു. ഇതിലധികരിച്ച് ലഭിക്കേണ്ടതൊന്നുമില്ലാത്തതിനാൽ ശ്രീ മഹാഭാഗവത ശ്രവണം ഒന്നുതന്നെ പരമാപുരുഷാർത്ഥത്തെ നൽകുവാൻ സമർത്ഥമായിരിക്കുന്നു. മഹാമുനികൃതമായ ഭാഗവതത്തിൽ അത്ര പരമവും പ്രോജ്ജിത കൈതവുമായ ധർമ്മമുണ്ട്. ഇതിൽ നിർമ്മത്സരന്മാരായ സത്തുക്കൾക്ക് ശിവദവും താപത്രയോന്മൂലനവും ശ്രീമത്തും വാസ്തവുമായ വസ്തു വേദ്യമാകുന്നു. പരങ്ങളാൽ ഈശ്വരൻ ഹൃത്തിൽ ഉടൻ തന്നെ അവരോധിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. ഇതിൽ ശുശ്രൂഷുക്കളായ കൃതികളാൽ തൽക്ഷണം തന്നെ ഈശ്വരൻ ഹൃത്തിൽ അവരോധിക്കപ്പെടുന്നു. നിഗമകൽപതരോർഗളിതം ബലം ശുഖമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ഹേ സമർത്ഥന്മാരെ,
ഭൂമിയിലുള്ള രസികന്മാരെ, ശുഗരുടെ മുഖത്തിൽ നിന്ന് ഒഴുകിയതും അമൃതദ്രവത്തോടുകൂടിയതും വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ബലവും ഭാഗവതം എന്ന നാമധേയമുള്ളതുമായ രസത്തെ ലയാവസ്ഥയിലും പിന്നെയും പിന്നെയും ഭാഗ്യമെന്ന വിചാരത്തോടുകൂടെ പാനം ചെയ്യുവിൻ. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസദാ. നൈമിഷമെന്നു പേരായ വിഷ്ണു ക്ഷേത്രമുള്ള പുണ്യസ്ഥാനത്തിൽ ശൗനകൻ മുതലായ മുനിമാർ ശ്രീഹരിയെ പ്രാപിക്കണമെന്നുള്ള സങ്കല്പത്തോടുകൂടെ 1000 സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതായ സത്രം എന്നുപേരുള്ള ഒരുവിധം യാഗം ആരംഭിച്ചു. കലിബാധ കൂടാതെ ഭഗവാനെ സേവിപ്പാൻ യോഗ്യമായ സ്ഥലം ഏതെന്നുപദേശിപ്പാൻ ബ്രഹ്മാവിനോട് മുനിമാർ പ്രാർത്ഥിച്ചപ്പോൾ, ഈ ചക്രം ഏതു സ്ഥലത്തെത്തുമ്പോൾ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നുവോ ആ സ്ഥലം പുണ്യമാണെന്ന് പറഞ്ഞ് മനസാ സൃഷ്ടിച്ച സൂര്യസങ്കാശമായ ഒരു ചക്രം ബ്രഹ്മാവ് മുനിമാർക്ക് നൽകി. അതിനെ ഉരുട്ടിക്കൊണ്ടുപോയപ്പോൾ ഒരിടത്തു ചെന്ന സമയം അത് പൊട്ടി ഉടഞ്ഞുപോയി. ആ സ്ഥലത്തെ നൈമിഷം, നേമിചക്രം, ശീർണമായ സ്ഥലം എന്നു പറഞ്ഞു വരുന്നു. ത ഏകധാതുമുനയഃ പ്രാദുർഹുതഹുതാഗ്നയഃ സത്കൃതം സൂതമാസീനം പപ്രച്ചുരിതമാദരാത്. ഒരു നാൾ ആ മുനിമാർ പ്രാതകാലത്ത് സ്നാനാദി നിത്യകർമ്മങ്ങൾ കഴിച്ച് നിത്യാഗ്നിഹോത്രവും ചെയ്ത ശേഷം സന്തോഷത്തോടെ ഇരിക്കുന്ന സൂതൻ്റെ സമീപത്തു ചെന്ന് സൽക്കരിച്ച ശേഷം ആദരവോടെ ചോദിച്ചു. ഋഷയർ ഊജുഹു. ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനക ആഖ്യാതാന്യപ്യതീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. ഋഷിമാർ പറഞ്ഞു, ആവശ്യമുള്ള സംഗതിയെ ചോദിപ്പാൻ ഭാവിക്കുന്ന ഋഷികൾ സൂതന് ധർമ്മശാസ്ത്രാദികളെല്ലാം നന്നായി അറിവുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. പരിശുദ്ധമായ അന്തരംഗമുള്ള ഹേ സൂത, ഭാരതാദികളായ ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം നീ നന്നായി അറിഞ്ഞിരിക്കുന്നു എന്നു മാത്രമല്ല, അന്യരെ ധരിപ്പിക്കുവാനായി അവയുടെ അർത്ഥം ഏവർക്കും അറിയത്തക്ക വിധം വ്യാഖ്യാനിക്കുക കൂടി ചെയ്തിട്ടുണ്ടല്ലോ. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദുഃ. വിദ്വാൻമാരുടെ സംഘത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യാസമുനിയും സഗുണ നിർഗുണ ബ്രഹ്മസ്വരൂപത്തെ വേണ്ടതുപോലെ അറിവുള്ള മറ്റു മുനിമാരും ഏതെല്ലാം അറിഞ്ഞിരിക്കുന്നുവോ, ഹേ സാധുശീല, ആ വകയൊക്കെയും ആചാര്യന്മാരുടെ അനുഗ്രഹം നിന്നിലുണ്ടായതുകൊണ്ട് അവരുടെ ഉപദേശപ്രകാരം നീയും അറിഞ്ഞിരിക്കുമല്ലോ. സ്നേഹമുള്ള ശിഷ്യനോട് ആചാര്യന്മാർ സാധാരണ ജനങ്ങളോട് പറയാൻ പാടില്ലാത്തതായ രഹസ്യകാര്യം കൂടെ തീർച്ചയായും പറയും. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവദായദ്വിനിശ്ചിതം പുംസാം ഏകാന്തദശ്രേയ തന്ന ശംസിതുമർഹസി. ഹേ ആയുഷ്മൻ, അതാത് ഗ്രന്ഥത്തിൽ നിന്നും മനുഷ്യർക്ക് നാശരഹിതമായ ശ്രേയസ്സിനെ സാധിക്കുന്നതിന് മതിയായ അനുഷ്ഠാനം ഏതാണെന്ന് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നുവോ അതിനെ ആർജവത്തോടുകൂടെ ഞങ്ങളോട് പറയണം. പ്രായേണാൽപായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹുഭദ്രുതാഃ ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. ഹേ സഭ്യനായുള്ളോനെ, ഈ കലിയുഗത്തിൽ പ്രായേണ ജനങ്ങൾ അല്പായുസ്സുകളും ഉത്സാഹം കുറഞ്ഞവരും നന്ന ബുദ്ധിയില്ലാത്തവരും ഭാഗ്യമില്ലാത്തവരും രോഗാദി ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരുമായിട്ടല്ലേ കാണപ്പെടുന്നത്. അനേകം കർമ്മങ്ങളെ അനുഷ്ഠാന യോഗ്യങ്ങളായി പറയുന്നവയും പ്രത്യേകം കേൾക്കേണ്ടവയുമായ ശാസ്ത്രങ്ങളോ അനന്തങ്ങൾ. അത്ര സാധോത്രയസാരം സമുദ്രിത്യ മനീഷയ ബ്രൂഹിന ശ്രദ്ധദാനാനാം യേനാത്മാ സംപ്രസീദതി. ഞങ്ങൾ ബഹുശാസ്ത്രങ്ങളെ ശ്രവിപ്പാനോ ധരിപ്പാനോ നോക്കിയറിയുവാനോ ആയുസ്സും ഉത്സാഹവും ബുദ്ധിശക്തിയും ഇല്ലാത്തവരായതുകൊണ്ട് പരാനുഗ്രഹത്തിൽ താൽപ്പര്യമുള്ള ഹേ സാധോ, ആ വക ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സാരത്തെ അങ്ങയുടെ ബുദ്ധിശക്തി കൊണ്ട് സമുദ്ധരിച്ചു കേൾപ്പാൻ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഞങ്ങളോട് ഭഗവാൻ പറയണം. ആ സാരം കേൾക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് പരമശാന്തിയെ പ്രാപിക്കും.
സൂതജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതിഃ ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യങ്കാനുവർണിതം യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ജപവായ ച. ഒന്നുകൂടെ ചോദിക്കുന്നു, ഹേ സൂത, നീ എല്ലാം അറിയുന്നുവല്ലോ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഭജിക്കുന്നവരെ പരിപാലിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ എന്തു കാര്യം ചെയ്യുവാനാണ് വാസുദേവൻ്റെ പുത്രനായിട്ട് ദേവകിയിൽ അവതരിച്ചത്? അത് കേൾപ്പാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് ആ അവതാരത്തെയും ലീലകളെയും ക്രമത്തിൽ പറയണം. ഭഗവാന്റെ അവതാരം സകല പ്രാണികളുടെ രക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയിട്ടാണല്ലോ. ആപന്ന സംസ്കൃതിം ഘോരാം എന്നാമ വിവശോ ഗൃണൻ തതഃ സദ്യോ വിമുച്യേത യദ്ബിഭേതി സ്വയം ഭയം. ഭഗവാന്റെ പ്രഭാവം അതിശയം തന്നെ. മഹാഭയസ്ഥാനമായ സംസാരത്തെ പ്രാപിച്ചവൻ സങ്കടം നിമിത്തം അവശനായിട്ടായാലും യാതൊരു നാമത്തെ ഉച്ചരിച്ച ക്ഷണത്തിൽ സംസാര ദുഃഖത്തിൽ നിന്ന് തീരെ മുക്തനാകുന്നു. ഏതൊരുവൻ്റെ നാമത്തിൽ നിന്ന് സാക്ഷാൽ ഭയസ്വരൂപനായ യമൻ കൂടെ ഭയപ്പെടുന്നു. ആ ഭഗവാന്റെ മഹിമ ആശ്ചര്യമല്ലേ. യത്പാദ സംശ്രയാസൂത മുനയ പ്രശമായനാഹ സദ്യ പുനന്ത്യപസ്പൃഷ്ടാഹ സ്വർദുന്യാവോനുസേവയാ. സജ്ജനങ്ങളോടുള്ള ചേർച്ച ഗംഗാസ്നാനത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കാണിക്കുന്നു. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച ശാന്തന്മാരായ മുനിമാരോട് ചേരുന്നവരുടെ അന്തഃകരണം ക്ഷണത്തിൽ ശുദ്ധമായി ഭവിക്കുന്നു. ഭഗവാന്റെ പാദത്തിൽ നിന്നൊഴുകുന്ന ഗംഗാജലമാകട്ടെ അധിക കാലസേവ കൊണ്ട് പരിശുദ്ധിയെ നൽകുന്നു. കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഡ്യകർമ്മണഃ ശുദ്ധികാമോ ന ശൃണുയാദൃശഃ കലിമലാഭകം. പുണ്യശ്ലോകന്മാരായ മഹാത്മാക്കൾക്ക് കീർത്തനം ചെയ്യുവാൻ യോഗ്യങ്ങളായ അനേക കർമ്മങ്ങളെ ചെയ്തിരിക്കുന്ന ആ ഭഗവാന്റെ കലിദോഷ ശാന്തികരമായ യശസ്സിനെ, മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്ന ഏതൊരുവൻ കേൾപ്പാൻ ആഗ്രഹിക്കുകയില്ല. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭിഃ ബ്രൂഹിന ശ്രദ്ധദാനാനാം ലീലയാ ദദകലാഃ. സ്വേച്ഛയാൽ ബ്രഹ്മാവ്, ശിവൻ എന്നിങ്ങനെയുള്ള മൂർത്തികളെ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ ജീവാനുഗ്രഹ സമർത്ഥങ്ങളായ സൃഷ്ട്യാദി വ്യാപാരങ്ങളെ, അവയെ കേൾപ്പാൻ അതിശ്രദ്ധയോടിരിക്കുന്ന ഞങ്ങളോട് പറയണം. അദാഖ്യാഹി ഹരേർധീമന്നവതാരകഥാശുഭാഃ ലീലാം വിദദത സ്വൈരം ഈശ്വരസ്യാത്മമായയാ. ഹേ ബുദ്ധിശാലിയായ സൂത, ജീവാനുഗ്രഹത്തിനു വേണ്ടി സ്വേച്ഛപ്രകാരം മായാശക്തിയാൽ സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്ന 5 വിധം ലീലകളെ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേശ്വരനായ ഹരിയുടെ മംഗളപ്രദങ്ങളായ മത്സാദ്യ അവതാര കഥകളെയും പറയണം. വയം തു ന വിതൃപ്യാമ ഉത്തമശ്ലോകവിക്രമേ യച്ഛൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. ഭഗവാന്റെ പരാക്രമാദി വൈഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന കഥകളെ കേൾക്കുന്നവരും അതിൻ്റെ രസം അറിയുന്നവരുമായവർക്ക് പദംതോറും ഉപര്യുപരി ആനന്ദം അനുഭവമായി വരും. അപ്രകാരമുള്ള ആ വീര്യാതിശയത്തെ എത്ര കേട്ടിട്ടും കേട്ടതു മതിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവഃ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷഃ. മനുഷ്യൻ എന്ന നാട്യത്തിൽ സഞ്ചരിക്കുന്നവനും മറ്റാർക്കും അറിവാൻ കഴിയാത്ത വിധം സകല ഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ മറഞ്ഞിരിക്കുന്നവനും മഹാമഹിമയുള്ളവനുമായ ശ്രീകൃഷ്ണൻ ബലരാമസഹിതനായിട്ട് മനുഷ്യർക്ക് സാധ്യങ്ങളല്ലാത്ത പരാക്രമവൃത്തികളെ നടത്തിയിരിക്കുന്നുവല്ലോ. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേഃ. കലിയുഗം ആരംഭിച്ചതിനെ അറിഞ്ഞ ഞങ്ങൾ മഹാവിഷ്ണുവിൻ്റെ പദത്തോട് ചേരണമെന്നുള്ള സങ്കല്പത്താൽ ഈ വിഷ്ണുക്ഷേത്രത്തിൽ ദീർഘകാല സാധ്യമായിരിക്കുന്ന സത്രത്തെ ആരംഭിച്ച് ശ്രീഹരിയുടെ കഥ കേൾപ്പാനുള്ള അവസരത്തെ പ്രതീക്ഷിച്ചിരിക്കയാകുന്നു. ത്വം ന സന്ദർശിതോ ദാത്ര ദുസ്തരം നിസ്ഥിതീർഷതാം കലീം സത്വഹരം പുംസാം കർണധാര ഇവാർണവം.
മനുഷ്യരുടെ സത്വഗുണത്തെയും അത് നിമിത്തമുണ്ടാകുന്ന മനഃശുദ്ധിയെയും നശിപ്പിക്കുന്നതും സാമാന്യന്മാർക്ക് ബലവൽ സഹായം കൂടാതെ കടക്കാൻ കഴിയാത്തതുമായ കലിയാൽ വ്യാപിക്കപ്പെട്ടതായ സംസാരത്തെ, സമുദ്രത്തെ എന്ന പോലെ കടക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കപ്പൽക്കാരൻ എന്ന പോലെ ഇരിക്കുന്ന നിന്നെ ദൈവം കാട്ടിത്തന്നു. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാമധുനോപേദേ ധർമ്മക്കം ശരണം ഗതഃ. ബ്രാഹ്മണർക്ക് ഹിതത്തെ ചെയ്തും ധർമ്മത്തെ സംരക്ഷിച്ചും യോഗങ്ങൾക്കുള്ള ബലത്തെ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശ്വരനായ ശ്രീകൃഷ്ണൻ ഇപ്പോൾ സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചിരിക്കുമ്പോൾ ധർമ്മം ആരെയാണ് പ്രാപിച്ചത് എന്നുള്ള സംഗതിയെയും പറയണം. 1-ാം അധ്യായം സമാപിച്ചു. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.